നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിന്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തുന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ചക്ര മെഡിറ്റേഷൻ, അതാണ് നമ്മുടെ വിഷയം. കേവലം ഒരു വിഷയം എന്നുള്ളതിനപ്പുറം ജീവിത രീതിയും കാഴ്ചപ്പാടുകളും സർവോപരി ഒരു സംസ്കാരം എന്നൊക്കെ പറയുന്ന ആ വിധത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് നമ്മളിതിലൂടെ സംഭവിപ്പിക്കാൻ പോകുന്നത്. എനിക്കറിയാം, സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ട്, അടിസ്ഥാനപരമായിട്ട് സാമ്പത്തിക ഉയർച്ച തന്നെയായിരിക്കണം മെജോറിറ്റിയും ലക്ഷ്യമിടുന്നത്. ഞാൻ സാധാരണ ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സുകളിലൊക്കെ പറയാറുണ്ട്, രണ്ട് കാര്യങ്ങൾ: ഒന്ന് സമ്പത്ത്, രണ്ട് പണം. മെജോറിറ്റിയും എന്തിനാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയാതെ പറയും, പണമാണ് അതിൻ്റെ അടിസ്ഥാനമെന്ന്. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പണം എന്ന് ഒന്ന് മെൻഷൻ ചെയ്തിട്ടാണ് തമ്പനയിൽ കൊടുക്കുന്നത് എങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും റീച്ച് വളരെ വളരെ കൂടുതലായിരിക്കും. അതേസമയം മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമാണ് തമ്പനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെങ്കിൽ താരതമ്യേന റീച്ച് കുറവായിരിക്കും. ഇത് വളരെ വലിയൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. മെജോറിറ്റിയും പണത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നു. പണത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും യാത്ര ചെയ്യേണ്ടതുണ്ട്. അതേസമയം അതിനെ താങ്ങി നിർത്തുന്ന ചില പില്ലറുകളുണ്ട്, തൂണുകളുണ്ട്. ഇവയെല്ലാം കൂടി ചേർന്നതാണ് സമ്പത്ത്. പണമെന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ്, പക്ഷെ മറ്റെല്ലാ പില്ലറുകളും കൂടിയുള്ള ഒരു സമന്വയത്തെയാണ് നമ്മൾ സമ്പത്ത് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ആരോഗ്യം വരും, നമ്മുടെ അറിവുകളുണ്ടാകും, നല്ല ബന്ധങ്ങളുണ്ടാകും, നല്ല ചിന്തകളുണ്ടാകും, തുടങ്ങി എല്ലാ നല്ല സാഹചര്യങ്ങളും, ഇതെല്ലാം കൂടി ചേർന്നതാണ് സമ്പത്ത്. അതിൽ പണവും ഉണ്ടാകും. പണം നമ്മുടെ ഭൗതികമായിട്ടുള്ള മറ്റ് നേട്ടങ്ങൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ, ഇതെല്ലാം അതിലുണ്ടാകും. ഇതെല്ലാം ചേർന്നതാണ് സമ്പത്ത്. ഞാനിത് പറയാൻ കാരണം, നമ്മളൊരു ധാരണ ഇപ്പോൾ ഇവിടെ നിന്ന് തിരുത്തേണ്ടതുണ്ട്. നമ്മുടെ യാത്ര സമ്പന്നതയിലേക്കായിരിക്കണം, എല്ലാ വിധത്തിലുമുള്ള സമൃദ്ധമായ സമ്പന്നതയിലേക്കായിരിക്കണം നമ്മുടെ യാത്ര. അത് കേവലം പണത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഇതാകരുത്. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് എത്രമാത്രം പണം ഉണ്ടെങ്കിലും അതിനെ കൃത്യമായിട്ട് നിലനിർത്തണമെങ്കിൽ, വർദ്ധിപ്പിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ കൂടി വേണം. ചില ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ടല്ലോ, ലോട്ടറി അടിച്ച് പണം കിട്ടിയവരുടെ കഥ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ, അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പണം വന്നു ചേരുന്നവരുടെ പിൽക്കാല അനുഭവങ്ങൾ. ഈ രണ്ടിടങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അധികകാലം ആ പണം അവരിൽ നിലനിർത്താൻ അവർക്ക് സാധിക്കാറില്ല. കാരണം നേരത്തെ പറഞ്ഞ സമ്പന്നതയുടെ അഭാവം. അതെങ്ങനെ നിലനിർത്തണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ വർദ്ധിപ്പിക്കണം എന്ന് അറിയാത്തതിൻ്റെ അഭാവമാണ് മെജോറിറ്റിയിലും സംഭവിക്കുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്തിട്ടുള്ള സമ്പത്ത് എന്ന് പറയുമ്പോൾ, നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ അറിവുകൾ, കഴിവുകൾ, സ്ഥാനമാനങ്ങൾ, ഇങ്ങനെ എല്ലാം ചേർത്തിട്ടുള്ള, ഇൻക്ലൂഡിങ് ആത്മീയത വരെ ചേർത്തിരിക്കുന്ന ഒന്നാണ്, ഒരു വലിയ ഘടകമാണ് നമ്മളിതിലൂടെ ആർജിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി പല വിധത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ ആർജിക്കും. അതിൻ്റെ ഒരു പ്രധാന പില്ലറാണ് നമ്മുടെ മെയിൻ ഏരിയ ആയിട്ടുള്ള ചക്ര മെഡിറ്റേഷൻ. ചക്ര മെഡിറ്റേഷനിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്.
അപ്പൊ നമ്മുടെ യാത്ര എവിടേക്കായിരിക്കണം എന്നുള്ളത്, നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി മറ്റ് ചില കാര്യങ്ങൾ. ഒന്ന്, സാധാരണഗതിയിലെ ലോകത്തിലെ രണ്ട് വിഭാഗം ആളുകളെ ആണ് കരുതപ്പെടുന്നത്. ഒന്ന് ഉള്ളവരും, രണ്ട് ഇല്ലാത്തവരും. ഉള്ളവരും ഇല്ലാത്തവരും എന്ന് പറയുന്ന രണ്ട് വിഭാഗം ആളുകളെ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഭാരതത്തില് ഒരു വിഭാഗം കൂടുതലുണ്ട്, 3 വിഭാഗമുണ്ട്. ഒന്ന് സ്വാഭാവികമായിട്ടും ഉള്ളവര്, 2 ഇല്ലാത്തവര്, 3 ഉണ്ടായിട്ട് വേണ്ടാത്തവർ എന്നുള്ള ഒരു വിഭാഗം കൂടിയുണ്ട്. ഉണ്ടായിട്ട് വേണ്ടാത്തവർ, അവർക്കുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വേണ്ട. വേണ്ട എന്ന് പറഞ്ഞാൽ തിരസ്കരണമല്ല, ഒരു നോ പറയുന്നതല്ല ഇവിടെ വരുന്നത്. അവർക്കതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കാനും വേണ്ടാത്തിടത്ത് മാറ്റി നിർത്താനും സാധിക്കുന്നുണ്ട്. മാനസികമായിട്ടും ഭൗതികമായിട്ടും എല്ലാം സാധിക്കുന്നുണ്ട്, അല്ലേ? അതല്ലാതെ ഇല്ലാത്തതിൽ വിഷമിക്കാനോ ഉള്ളതിനെ ധൂർത്തടിക്കാനോ അവർ തയ്യാറല്ല. അതാണ് ഉണ്ടായിട്ട് വേണ്ടാത്തവരെന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗം. അപ്പൊ പൊതുവിൽ ഈ ഉണ്ടായിട്ട് വേണ്ടാത്തവരെ ഋഷികളായിട്ടാണ് കരുതുന്നത്. ഋഷികളായിട്ടെന്ന് പറയുമ്പോൾ സന്യാസി എന്നുള്ള വാക്കിനപ്പുറം, സന്യാസി എന്ന് പറയുമ്പോൾ ഒരു ജീവിത രീതി, ഒരു വ്യത്യസ്തമായിട്ടുള്ള വേറിട്ട ജീവിത രീതി എന്ന് കൂടി നമുക്ക് പറയാം. അതിലപ്പുറം കൃത്യമായിട്ടുള്ള അറിവും ആത്മീയതയും ഭൗതികതയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ദർശനമാണ് അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തെ ആധ്യാത്മികതയുടെ അല്ലെങ്കിൽ ആത്മീയതയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരിടമായിട്ട് ലോകരാഷ്ട്രങ്ങൾ കരുതുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ വിധത്തിലുള്ള ഒരു മനോഭാവം, ഒരു മൈൻഡ് സെറ്റ് അഥവാ ജീവിത രീതി നമുക്ക് പിന്തുടരാൻ സാധിക്കുന്നത് കൊണ്ടുള്ള ഒരു വലിയ ഗുണം എന്താന്ന് പറഞ്ഞാൽ, ഏത് സാഹചര്യത്തിലും ശരി നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. ഉണ്ടെങ്കിലും ഇരിക്കാം, ഇല്ലെങ്കിലും ഇരിക്കാം. കോവിഡ് ഒക്കെ വന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടു എത്രമാത്രം ബാങ്ക് ബാലൻസ് ഉണ്ട് എങ്കിലും ഭൗതികമായിട്ട് നമുക്ക് സ്ഥാനമാനങ്ങൾ കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ എന്തൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിലും എത്രമാത്രം വേറിട്ട ഒരു ജീവിത രീതിയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ അവിടെ വ്യക്തമായിട്ട് കണ്ടു, അല്ലെ? പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ ഋഷിതുല്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു മനോഭാവം, അത് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സാഹചര്യം എന്തുമായിക്കോട്ടെ വളരെ ഗംഭീരമായിട്ട്, അസാധാരണമായിട്ട്, അത്ഭുതകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഒരാള് നിങ്ങൾ ദേഷ്യപ്പെട്ടാലും ശരി, പുകഴ്ത്തിയാലും ശരി, എഴുത്തിയാലും ശരി, വിമർശിച്ചാലും ശരി, ഏത് സാഹചര്യത്തിലുമായിക്കോട്ടെ ഗംഭീരമായിട്ട് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ വിധത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ്, ആ വിധത്തിലുള്ള ഒരു മാനസിക അവസ്ഥ കൂടി നേടിയെടുക്കാൻ സാധിച്ചാൽ അസാധാരണമായ വിധത്തില്, അത്ഭുതകരമായ വിധത്തില് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അറിവുകൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സമൃദ്ധി കൊണ്ടും ആത്മീയത കൊണ്ടും എല്ലാം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. വ്യക്തികളും സാഹചര്യങ്ങളും എല്ലാം നമ്മൾ പോലും അറിയാതെ നമുക്ക് അനുകൂലമായിട്ട് മാറുന്ന വിധത്തില് അത്ഭുതങ്ങളെ അനുഭവിച്ചറിയാൻ സാധിക്കും. ആ വിധത്തിലുള്ള ഒരു യാത്രയ്ക്കായിരിക്കണം നമ്മൾ തയ്യാറാവേണ്ടത്. അതിനുള്ള തുടക്കമാകണം ഇവിടുന്ന് ഉണ്ടാകേണ്ടത്. അപ്പോ നീ പറഞ്ഞില്ലേ ഉണ്ടായിട്ട് വേണ്ടാത്തവരെന്ന് പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് ഉയരുന്നതിൻ്റെ ആദ്യ ഘട്ടമായിട്ട് നമുക്ക് ഉള്ള എന്തിനെങ്കിലും ഒന്ന് ത്യജിക്കാൻ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും എനിക്കത് കഴിയും, അതില്ലെങ്കിലും എനിക്ക് സാധിക്കും എന്ന് എന്ന ഒരു വിധത്തിലേക്ക് ഉയരാൻ, ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഈ കുറച്ചുകൂടി ഉയർന്ന വിധത്തിലുള്ള ചില ധ്യാന പരിശീലനങ്ങളിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിലതിനെയെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോകൂ എന്ന് പറയാറുണ്ട്.
അത് ചിലപ്പോ ചിലയിടങ്ങളിലെ സമ്പത്തായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ അന്നോളം പിന്തുടർന്ന് വന്ന ജീവിത രീതികളിലോ സ്വഭാവ സവിശേഷതകളിലോ ചില ഇഷ്ടങ്ങളിലോ താല്പര്യങ്ങളോ ഒക്കെയുള്ള മാറ്റമായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഇഷ്ടം അറ്റ്ലീസ്റ്റ് ഒരു 7 ഡേയ്സിന്, ഒരുപാട് കാലമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 7 ദിവസത്തേക്ക് ഒന്ന് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു ഇഷ്ടം, ഒരു താല്പര്യം ഏറ്റവും കുറഞ്ഞത് 7 ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ സാധിക്കുമോ? ഒന്ന് കമന്റ് ചെയ്യാമോ? ഉം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്നത്? അതുകൂടി ചെറുതായിട്ടൊന്ന് ചെയ്താൽ മതി, ചെറുതായിട്ടൊന്ന് കമന്റ് ചെയ്താൽ മതി. ഒന്ന് മാറ്റിവെക്കാൻ സാധിക്കുമോ? 2, അങ്ങനെ മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്നത്? എന്റെ ചോദ്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് തരാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ പറയാം. പറ്റും. പറ്റുമെന്ന് കുറെ പേര് കമന്റ് വരുന്നുണ്ട്. എന്ത് മാറ്റിവെക്കാൻ പറ്റും? നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്കേ അറിയൂ. ഗുഡ്. നിലത്ത് പായ് വിരിച്ച് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് ആരോ പറയുന്നുണ്ട്. വളരെ ഗംഭീരം. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ഇന്നല്ല, നമുക്ക് പോകുന്ന വഴിക്ക് പറയാം കേട്ടോ. റൂട്ട് ചക്രയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്കത് പറയാം, എന്താണ് അതിന്റെ പ്രാധാന്യമെന്ന്. എന്തിഷ്ടമാണ് മാറ്റിവെക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്ത് താല്പര്യമാണ് മാറ്റിവെക്കാൻ പറ്റുന്നത്? ഞാൻ അങ്ങനെ എഴുതിയത്. ഓക്കെ, ഗ്രേറ്റ്. കാരണം എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ലൈറ്റ് അവിടെ നിന്ന് വരുന്നത് കൊണ്ട് ആരാണെന്ന് എന്താണെന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു ഊഹത്തിരികെ പറയുകയാണ്. ഗുഡ്, ഗ്രേറ്റ്. ശരി, നല്ലത്. നമ്മുടെ കിടക്ക എന്ന് പറയുന്നത് നമുക്ക് ആ, ഏറ്റവും കംഫർട്ട് സോൺ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. വെരി ഗുഡ്. അപ്പൊ അത് ആ ഒരു ഇഷ്ടം നമുക്ക് മാറ്റിവെക്കാൻ പറ്റിയാൽ വെരി ഗുഡ്, വെരി ഗുഡ്. മാത്രമല്ല, നമ്മുടെ ആത്മീയ യാത്രകളിലെ, ആത്മീയ യാത്ര എന്നല്ല, പല യാത്രകളിലും പലപ്പോഴും ഈ കിടക്ക പലർക്കും വലിയൊരു പ്രശ്നമാകുന്നുണ്ട്. പില്ലോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം കൂട്ടാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും. യാത്രകളൊക്കെ പോകുന്നവരും പറയാറുണ്ട്. അതെ, 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 അതെ. തിരിച്ചു പലരും വന്ന് തലയിലൊക്കെ എന്റെ പില്ലോ ഒക്കെ കൊണ്ടുപോകുന്നത് കാണാം. എനിവേ, ശരി, ചായ കുടിക്കുന്നത് ശരി ആവട്ടെ. അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേ അധികം അഭിപ്രായങ്ങൾ വന്നു. ഞാൻ ഇന്നലെ ഒരു തീരുമാനം എടുത്തു. താൽക്കാലികമായിട്ടൊന്ന് കൂട്ടിയാൽ മതി. പറയുന്ന 7 ഡേയ്സ് നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. ഒന്നിച്ചാ യാത്ര ചെയ്യുന്നത്. ഞാൻ എടുത്ത ഒരു തീരുമാനം എന്താന്ന് പറഞ്ഞാൽ, ഈ വരുന്ന ഒരാഴ്ചത്തേക്ക് മധുരം ഉപയോഗിക്കേണ്ട എന്നാണ്. ഷുഗർ മാറ്റി നിർത്താം എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും നോക്ക്, പലരും ഷുഗർ മാറ്റി നിർത്താറുണ്ട്. വിത്തൗട്ട് ചായയൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ അത് വാസ്തവത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഉണ്ടായിട്ട് വേണ്ടാന്ന് വെക്കുന്നതല്ല. ഉള്ളവരുണ്ടാകും കേട്ടോ, എങ്കിലും പറയാം മെജോറിറ്റിയും ഉണ്ടായിട്ട് വേണ്ടാന്ന് വെക്കുന്നതല്ല, മറിച്ച് ഡോക്ടർ പറഞ്ഞതാ ഇനി മധുരം കഴിച്ചാൽ, ബാക്കി ഞാൻ പറയണ്ടല്ലോ, ആ ഒരു ആ ഒരു ഒരു കൽപ്പന കാരണം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കാരണം, അവസ്ഥ കാരണം വേണ്ടാന്ന് വെച്ച് പോകുന്നതാണ്. ഉം. അപ്പൊ ഞാൻ പറയുന്നത്, അതിലേക്ക് എത്തുന്നതിന് മുൻപ് മറ്റൊരാളുടെ പ്രേരണ അല്ലെങ്കിൽ മറ്റൊരവസ്ഥ അത് വരുന്നതിന് മുൻപ് അതൊന്നുമില്ലാതെ നമുക്കിപ്പോ കഴിക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം. അതിനുള്ള ആരോഗ്യമുണ്ട്, അതിനുള്ള പണമുണ്ട്, എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ അത് ഉപേക്ഷിക്കുകയാണ്. അതിന് മറ്റൊരു കാരണം കൂടി, ഈ ഷുഗറിന്റെ കാര്യം പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാൻ ഒരുപാട് ആഴത്തിലേക്ക് പോകുന്നില്ല. വേണമെങ്കിൽ ഞാനൊരു കുറിപ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം, തീർച്ചയായിട്ടും ഇടാം. കാരണം അത് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ശരീരത്തെ പ്രത്യേകിച്ച് അനാരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നതിന് മധുരത്തിന് വളരെ വലിയൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മധുരങ്ങളിൽ ഭൂരിഭാഗവും ആ, ശരീരത്തിന് ഹാനികരമാകുന്ന കെമിക്കലുകളാണ്, രാസപദാർത്ഥങ്ങളാണ്. സ്വാഭാവികമായിട്ട് പഞ്ചസാര എന്ന് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നത്, ആഹ്, പ്രകൃതിദത്തമായിട്ടുള്ള 5 കണ്ടന്റുകളുടെ ഒരു സമാഹാരമാണ് പഞ്ചസാര എന്നുള്ളതാണ്. അതില് ഈ കൽക്കണ്ടം അങ്ങനത്തെ കുറച്ച് സാധനം എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിവേ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള 5 മൂലികകളുടെ സമന്വയമാണ് മധുരത്തിന് ഉപയോഗിക്കുന്ന പഞ്ചസാര എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം, പിന്നെ അതിന് ഷുഗർ കെയിനിലേക്ക് വന്നു, കരിമ്പിലേക്ക് വന്നു.
പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മൾ ഇത്രയൊക്കെ ഉപയോഗിക്കുന്ന ഇത്രമാത്രം പഞ്ചസാരയ്ക്കുള്ള കരിമ്പ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് പഠനം നടത്തിയിട്ടില്ല, പറയാം. എവിടെ ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയാണുള്ളത്? അപ്പൊ മെജോറിറ്റിയും കെമിക്കൽസ് തന്നെയായിരിക്കില്ലേ? അതിനെ മാറ്റി നിർത്താൻ ഒരാഴ്ച നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളത് നോക്കുക. ഇതിന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എല്ലാവരും, നമ്മളെല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ഒരേ പാത്തിലൂടെ കഴിയുന്നിടത്തോളം, എല്ലാം ഒരേ പാത്തിലൂടെ പോകാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നമ്മളിലെ സമാനതകൾ വർദ്ധിക്കുന്ന സമയത്ത് ആ മാനസികമായിട്ടുള്ള, വൈകാരികമായിട്ടുള്ള, ആത്മീയമായിട്ടുള്ള അടുപ്പം വളരെയധികം വർദ്ധിക്കും. അത് നമ്മളിലേക്കുള്ള എനർജി ഫ്ലോയെ, കോസ്മിക് എനർജിയുടെ ഫ്ലോയെ അസാധാരണമായ വിധത്തിൽ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഞാൻ ചില ഹയർ ലെവൽ പ്രോഗ്രാമുകൾക്കൊക്കെ പറയാറുണ്ട്, നോണ് കഴിക്കരുത്, ഇനി വരുന്ന ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ട്രെയിനിങ് കഴിയുന്നത് വരെ നോണ് കഴിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ പറയും. അപ്പൊ അതിന്റെ കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ തമ്മിലുള്ള സമാനതകളെ പരമാവധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, കേട്ടോ. അപ്പൊ കഴിയുമെങ്കിൽ വരുന്ന ഒരാഴ്ചത്തേക്ക് ഷുഗർ യൂസ് ചെയ്യില്ല എന്ന് ഒരു തീരുമാനം എടുത്തോളൂ. ഞാൻ നിർബന്ധിക്കില്ല, ഒരാൾക്ക് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കൂ. പക്ഷെ അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അതുകൂടി ആദ്യമേ പറഞ്ഞേക്കാം. ഒന്നാമത്തെ ദിവസം കുഴപ്പമില്ല, പക്ഷെ അറിയാതെയൊക്കെ ചിലപ്പോൾ മധുരം കഴിച്ചു പോയിക്കാം, സാരമില്ല, അതിന് കുറ്റബോധം ഒന്നും വേണ്ട. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ ശരീരവും മനസ്സും അതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങും. ചിലപ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാകും, ചിലപ്പോൾ അകാരണമായിട്ട് ദേഷ്യം, സങ്കടമൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. പക്ഷേ ഇത് ഞാനിപ്പോ പറയാൻ കാരണം, ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഒരു ദേഷ്യം വരുമ്പോൾ ഇത് എന്നിൽ പ്രവർത്തിച്ചു തുടങ്ങി, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് അതിനോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി, ഈ ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം. മറിച്ച് പൊട്ടിത്തെറിക്കുകയല്ല വേണ്ടത്. ഈ ഒരു തയ്യാറെടുപ്പ് നമുക്ക് വേണം. ചിലപ്പോൾ ചില വിഷമങ്ങൾ ഉണ്ടായേക്കാം. വിഷമങ്ങൾ എന്നാൽ കാരണമൊന്നും ഉണ്ടാവില്ല, അകാരണമായിട്ടുള്ള ഒരു വിഷമം. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രതിഷേധം മാത്രമാണ്. അതും താൽക്കാലികം മാത്രമാണ്. വെരി ഗുഡ്. ഷുഗർ ഉപയോഗിക്കുന്നില്ല എന്ന് ആരോ എഴുതി കാണുന്നുണ്ട്. വെരി ഗുഡ്, എക്സലന്റ്. ശരി, കഴിയുന്നിടത്തോളം ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിനോടകം പറഞ്ഞു വെച്ചത്. ഒന്ന്, നമ്മുടെ യാത്ര സമ്പന്നതയിലേക്കാണ്, സമൃദ്ധമായ സമ്പന്നതയിലേക്കാണ്. അതിൽ അറിവും ആത്മീയതയും പണവും ബന്ധങ്ങളും ആരോഗ്യവും എല്ലാം എല്ലാം ഉൾപ്പെടും. സമൃദ്ധിയിലേക്കാണ്, അബുൻഡൻസിലേക്ക് തന്നെയാണ് നമ്മുടെ യാത്ര. രണ്ട്, നമ്മൾ ഒരു കാര്യം ഇപ്പോൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയാണ്, അതും ഒരാഴ്ചത്തേക്ക്, കേവലം ഒരാഴ്ച. അടുത്ത വ്യാഴാഴ്ച രാവിലെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നു എത്രമാത്രം സാധിച്ചു എന്ന് വെച്ചിട്ട്. രണ്ട് കാര്യം. മൂന്നാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഏതൊരു യാത്രയ്ക്കും നമുക്കൊരു വഴികാട്ടി വേണം. ആ വഴികാട്ടിയെ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം, സുഹൃത്തെന്നോ ഗുരുവെന്നോ ഈശ്വരനെന്നോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. നമുക്കൊരു വഴികാട്ടി ഉണ്ടാകണം. നമുക്ക് എത്രമാത്രം പരിചയമുള്ള വഴിയാണ്, എത്രമാത്രം പരിചയമുള്ള ഇടമാണെങ്കിലും നമ്മളെക്കാൾ ഒരല്പം കൂടി അറിവുള്ള ഒരാൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമായിട്ട് ആ യാത്ര ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഉള്ള ഒരു ഗുരുവിനെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള വാക്കിനപ്പുറം നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. എനിക്കറിയാം നിങ്ങളുടെ ചിന്തകളെ ഇപ്പോൾ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആരെയാണ് ഞാൻ കണ്ടെത്തേണ്ടത്, അല്ലെ? ആരെയാണ് ഞാൻ തിരിച്ചറിയേണ്ടത്? ഞാനൊന്ന് സൂചിപ്പിക്കാം. നമ്മളോടൊപ്പം സദാസമയവും ഉണ്ടായിട്ടും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ചില ഗുരുനാഥന്മാരുണ്ട്. നിങ്ങളുടെ മനസ്സിലിപ്പോൾ കുറേ പേരുകൾ വന്നിട്ടുണ്ടാകും, കുറേ രൂപങ്ങൾ വന്നിട്ടുണ്ടാകും. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ വന്ന ആ പേരുകളും രൂപങ്ങളുമെല്ലാം നിങ്ങൾ ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഓർമ്മ വെച്ചതിന് ശേഷം ഒക്കെ കണ്ടുമുട്ടിയ ചില വ്യക്തിത്വങ്ങളാണ്. അവരെ മാറ്റി നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനു മുൻപ് തന്നെ നമ്മളോടൊപ്പമുള്ള ഗുരുനാഥന്മാരുണ്ട്. നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ഈ ശരീരത്തിൻ്റെ ജനനത്തിനും മുൻപ് തന്നെ യുഗയുഗാന്തരങ്ങളായിട്ടൊരു പക്ഷെ നമ്മളോടൊപ്പമുള്ള ഗുരുനാഥന്മാരുണ്ട്. മാത്രമല്ല, അവര് പ്രപഞ്ചത്തിൻ്റെ പ്രതിനിധികൾ കൂടിയാണ്. നമ്മളെ എല്ലാവിധത്തിലും
ഗൈഡ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ കൂടിയാണ്. അവരിലേക്ക് ഞാൻ വരാം. അവര് നമ്മൾക്ക് പലപ്പോഴും വഴികാട്ടി തരുന്നുമുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നമ്മളത് അറിയാതെ പോകുന്നുണ്ട്. അതൊന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചാൽ ഞാൻ ഉറപ്പ് തരാം, അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. എല്ലാ വിധത്തിലും അത്യത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു അതിനൊരു ഉദാഹരണം മാത്രമായിട്ട് എടുത്താൽ മതി. വളരെ ഉയർന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ സുഹൃത്തായിട്ടുണ്ട് എങ്കിൽ ഭൗതിക ജീവിതത്തിൽ എത്രമാത്രം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതെല്ലാം ഇടങ്ങളിലെ ആ ഒരു സഹായം നമുക്ക് നേരിട്ട് കിട്ടിയാലും ശരി, അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലേ? പലയിടങ്ങളിലും പറ്റും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ എല്ലാത്തിനും, ഈ പറയുന്ന എല്ലാത്തിൻ്റെയും മുകളിലെ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു ഉയർന്ന ഊർജം നമ്മളോടൊപ്പം ഉണ്ട് എങ്കിൽ നമുക്ക് എത്രമാത്രം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ വിധത്തിലുള്ള ഊർജം, ആ വിധത്തിലുള്ള ഗുരുനാഥന്മാര്, പ്രപഞ്ചത്തിൻ്റെ പ്രതിനിധികൾ നമ്മളോടൊപ്പമുണ്ട്. അവർ പൊതുവിൽ പറയുന്നത് ഹയർ കോൺഷ്യസ് എന്നാണ്, ഉയർന്ന ബോധതലങ്ങൾ എന്നാണ്. ഉയർന്ന ബോധതലങ്ങൾ, ഉയർന്ന ബോധതലങ്ങൾ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അതിൽ ഒരു 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 പടി കടന്നിട്ട് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് വേണമെങ്കിൽ ഈശ്വര ചൈതന്യം എന്ന് തന്നെ പറയാം. ഈശ്വരൻ എന്ന് നമ്മൾ സാധാരണ പറയും, നമ്മളെ മാനുഷികമായ വിധത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പേരുകളും രൂപങ്ങളും ഒക്കെ കൊടുത്ത് ആരാധിക്കുന്ന ചില ബിംബങ്ങളെയാണ്, അല്ലെങ്കിൽ ചില സങ്കല്പങ്ങളെയാണ് നമ്മൾ ഈശ്വരൻ, ദൈവം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ തന്നെ പറയാവുന്ന പ്രകൃതിയിലെ ഊർജങ്ങളെയാണ് ഉയർന്ന ബോധതലങ്ങൾ, ഹയർ കോൺഷ്യസ് എന്ന് പറയുന്നത്. അതെന്താണ് എന്ന് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. നമ്മുടെ ഈ ഭൗതിക ജനനത്തിന് മുൻപ് തന്നെ നമ്മൾ ശരീരമില്ലാതിരുന്ന ഒരു ബോധാവസ്ഥയിൽ, ഇതേ ഊർജത്തിൻ്റെ അവസ്ഥയിൽ നിലനിന്നിരുന്ന ആ സമയത്ത് മുതൽ നമുക്ക് വഴികാട്ടികളായിരിക്കുന്ന, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രകൃതി തന്നെ നിയോഗിച്ചിരിക്കുന്ന ഈ ഊർജങ്ങളെയാണ്, അല്ലെങ്കിൽ ഈ ബോധതലങ്ങളെയാണ് ഉയർന്ന ബോധതലങ്ങൾ, അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ് എന്ന് പറയുന്നത്. ചില കൺസെപ്റ്റുകളിൽ അവരെ മാസ്റ്റേഴ്സ് എന്നോ ഗൈഡ്സ് എന്നോ ഒക്കെ സംബോധന ചെയ്യാറുണ്ട്. മാസ്റ്റേഴ്സ് ഓർ ഗൈഡ്സ് എന്നൊക്കെ സംബോധന ചെയ്യാറുണ്ട്. അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ കൂടി ഒരു വഴികാട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എവിടെയാണ് ജനിക്കേണ്ടത്, ആരുടെയൊക്കെ മകൻ അല്ലെങ്കിൽ മകളായിട്ട് ആണ് ജനിക്കേണ്ടിയിരിക്കുന്നത്, എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടിയിരിക്കുന്നത്, ആരിലൂടെയെല്ലാം കടന്നു പോകേണ്ടതുണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനോടകം തന്നെ അവർ മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്. ഇപ്പോഴും പല കാര്യങ്ങളിലും അവർ നമുക്ക് മാർഗനിർദ്ദേശം തരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ അതറിയാതെ പോകുന്നുണ്ട്, അറിയാതെ പോകുന്നുണ്ട്. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭൗതികതയിലുള്ള ഒരു ഒരു മുങ്ങിത്താഴലാണ് അതിൻ്റെ കാരണം. ഇപ്പൊ നോക്കൂ, വളരെ വലിയ ശബ്ദത്തിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വന്ന് നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നമുക്കത് കേൾക്കാൻ പറ്റില്ല, അല്ലേ? അദ്ദേഹം അത് പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഒന്നുകൂടി ഉറക്കെ പറയുമെന്ന് പറഞ്ഞ് ചെവിയിലെല്ലാം കൈവച്ചിട്ട് ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കും. പക്ഷെ പലപ്പോഴും ഈ ഉയർന്ന ബോധതലങ്ങൾ നമുക്ക് തരുന്ന സന്ദേശങ്ങളെ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്, നമ്മൾ കേൾക്കാതെ പോകുന്നുണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എങ്കിൽ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഗുരുനാഥന്മാരെ പറ്റിയുള്ള അറിവ് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, അതിനർത്ഥം ഇതേ ബോധതലങ്ങൾ തന്നെ, ഇതേ ഗുരുനാഥന്മാർ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവരെ കുറിച്ച് പറയുമ്പോൾ പഴയ ഒരു അനുഭവം കൂടി പറയുന്നു. വാച്ച് നോക്കിയതാ കേട്ടോ. ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് വരാം. അതായത്
കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഉയർന്ന ബോധതലവുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള ഒരു അവസരമുണ്ടായി. അവസരമുണ്ടായി എന്ന് പറഞ്ഞാൽ അവരിലൂടെ പല വിധത്തിലും ആശയവിനിമയം നടത്താം. ധ്യാനാത്മകമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളിലേക്ക് ചിലപ്പോൾ അവരിറങ്ങി വരും. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അവരിറങ്ങി വരും. അതുപോലെ ചിലപ്പോൾ ചില ഉൾക്കാഴ്ചകളായിട്ട്, ഇൻഡ്യൂഷൻസ് ആയിട്ട് അവർ വരും, ഉൾവിളികളായിട്ട് അവർ വരും. അതുപോലെ തന്നെ ചില വ്യക്തികളിലൂടെയും, ചില പ്രത്യേക മാനസിക അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിലൂടെയും അവർക്ക് നമ്മളോട് സംസാരിക്കാൻ സാധിക്കും. ഈ മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ പൊതുവിൽ മീഡിയംസ് എന്നാണ് പറയുന്നത്. മീഡിയം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മീഡിയമിൻ്റെ അടുത്ത് പോകാനുള്ള ഒരു ഒരു അവസരം അന്നുണ്ടായി. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ. ചിലപ്പോൾ ഒരു 20 അതിൽ കൂടുതലോ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായി. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വ്യക്തികളടുത്ത് ആളുകൾ പോകുന്നത് അവരുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ച് ചോദിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ ചോദിച്ചത് മുഴുവൻ അറിവുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു. മറ്റൊന്നും ഞാൻ ചോദിച്ചില്ല. അറിവുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു. ചില അറിവുകൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താൻ, അല്ലെങ്കിൽ ചില പുതിയ അറിവുകളെക്കുറിച്ച് അന്വേഷിക്കാൻ, അതൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ചിലതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നു. ചിലത് പറഞ്ഞു, "ഓ, നിങ്ങളിപ്പോൾ അത് അറിയാനുള്ള സമയമായിട്ടില്ല" എന്ന് പറഞ്ഞ് ഒഴിവായി. അങ്ങനെയൊക്കെ. അപ്പോൾ ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട്, ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി അവസാനമായിട്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: "ഞാനിപ്പോൾ താങ്കളോട് ചില കാര്യങ്ങൾ ചോദിച്ചു. താങ്കൾ ചിലതിനെല്ലാം എനിക്ക് ഉത്തരം തന്നു. അപ്പൊ ഞാൻ ചോദിച്ചതിൽ ഏതെങ്കിലും കാര്യം, എന്തെങ്കിലും ഒന്ന് അരുതായികയുണ്ടായിരുന്നോ? അതായത് ചോദിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഞാൻ ചോദിച്ചു പോയിട്ടുണ്ടോ?" ഇങ്ങനൊരു ചോദ്യം അവസാനം ഞാൻ ചോദിച്ചു. അപ്പൊ അവരൊന്ന് പുഞ്ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടോളൂ. "താങ്കൾ ഇപ്പോ ഞങ്ങളോട് അന്വേഷിച്ച ഈ കാര്യങ്ങൾ", ഞങ്ങൾ എന്നുള്ള വാക്കാ ഉപയോഗിച്ചത്, "ഞങ്ങളോട് അന്വേഷിച്ച ഈ കാര്യങ്ങളുടെ ഉത്തരം താങ്കളെ അറിയിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോ ഞങ്ങളാണ് താങ്കളെ ഇവിടെ കൊണ്ട് നിർത്തി ഞങ്ങളോട് ചോദിപ്പിച്ചത്" എന്നാണ്. മനസ്സിലായോ? താങ്കളെ അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങള് താങ്കളെ കൊണ്ട് ചോദിപ്പിച്ചു, ഞങ്ങൾ അറിയിച്ചു. അതേ സാഹചര്യം ഉണ്ടാക്കി തന്നിരിക്കുന്നതും ചോദ്യങ്ങൾ ചോദിപ്പിച്ചിരിക്കുന്നതും എല്ലാം അവർ തന്നെയാണ്. അപ്പോ അത് തന്നെയാണ് ഇവിടെയും പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിങ്ങനെ ഇരിക്കാൻ ഇപ്പൊ സാധിക്കുന്നുണ്ട് എങ്കിൽ നോക്കൂ, കോടാനുകോടി വ്യക്തികൾക്കിടയിൽ ചിലർ ഇതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റ് ഏരിയകളിലേക്ക് നിലനിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ അവര് അതിനുള്ള അർഹത നേരത്തെ തന്നെ നേടിയിട്ടുണ്ടാകും. അറ്റ്ലീസ്റ്റ് നമുക്കിവിടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൻ്റെ ഒരു നിയോഗം, പ്രപഞ്ചത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ്. എത്രയോ പേര് ഇന്നലത്തെ രാത്രിയിലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാകും. ഈ നമ്മളിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇവിടെ ഇല്ല, ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് ചിലപ്പോൾ നാളെ റെക്കോർഡിങ്സ് കാണുമായിരിക്കും. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. പക്ഷെ ഇപ്പോ ഈ ഉണ്ടായിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ എനർജി ഫ്ലോ ഒരു റെക്കോർഡിങ്ങിന്റെ മുന്നിലിരിക്കുമ്പോൾ എത്രമാത്രം ലഭ്യമാകുമെന്നുള്ളത് കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാം നിയോഗങ്ങളാണ്, തിരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പുകൾക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് ഇതുവരെ സംസാരിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. ഹയർ കോൺഷ്യസ് ആയിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റുക? ഹയർ കോൺഷ്യസുമായിട്ട് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതോ? അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, അല്ലേ? എന്തുകൊണ്ട് നമുക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നു? ഒന്ന്, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു. രണ്ട്, അതിന് ഫീ അടച്ച് അതിൽ ചേർന്നു. അതിൽ ചേർന്നതോടുകൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഉയർന്നു. ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ കേവലം ഫീ അടച്ചാൽ നിങ്ങൾക്ക് ചേരാൻ പറ്റും.
പക്ഷെ പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ അറിവുകൾ കൊണ്ട് നമ്മൾ ആ അവസ്ഥയിലേക്ക് ഉയരുക എന്നുള്ളതാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്രമാത്രം ഉയരാൻ സാധിക്കുമോ അത്രമാത്രം ഉയർന്ന ബോധതലങ്ങളോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഉയർന്ന ബോധതലങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പല കാറ്റഗറികളുമുണ്ട്. നമ്മൾ സിംപിളി ഈ പെട്ടെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ കാര്യം പറഞ്ഞാൽ കോൺസ്റ്റബിള്, അതിന്റെ മുകളിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നില്ലേ? ഇങ്ങനെ ഒത്തിരി കാറ്റഗറികളുണ്ട് ഈ ഉയർന്ന ബോധതലങ്ങളിൽ തന്നെ. അപ്പൊ നോർമലി റോഡിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റബിളിനോട് സംസാരിക്കാൻ പറ്റും, അല്ലെ? നമുക്ക് കുറച്ചുകൂടി ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനടുത്തേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും അറിവുകളും ഒക്കെ കൊണ്ട് നമുക്ക് എത്രമാത്രം ഉയരാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് ഉയർന്ന ബോധതലങ്ങളുമായിട്ട് അടുപ്പം വയ്ക്കാൻ സാധിക്കും. അതിന് അറിവുകൾ നേടുക എന്നുള്ളത് തന്നെയാണ് മാർഗം. അറിവുകൾ, ലോ ഓഫ് അട്രാക്ഷൻ വളരെ സിമ്പിളായിട്ട് പറയില്ല, ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നുള്ളത്. അപ്പം നമ്മൾ എത്രമാത്രം അറിവുകൾ ആർജിക്കുമോ, എത്രമാത്രം നമ്മൾ ഉയരുമോ അതിനനുസരിച്ചിട്ട് ഉയർന്ന ബോധതലങ്ങളുമായിട്ട് ആ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. സിംപിളി അറിവുകൾ ആർജിക്കുക, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ധ്യാനം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. അതായത് ഇത്രയേ ഉള്ളൂ. പ്രകൃതിയുടെ ഒരു താളമുണ്ട്, ഒരു റിഥമുണ്ട്. അതിലേക്ക് നമ്മൾ ഉയരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളും അനുഭവങ്ങളും എല്ലാം നമ്മളിലേക്ക് ഉണ്ടാകും. എന്നോടിപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ തരുന്നതിനേക്കാൾ ക്ലാരിറ്റിയിൽ ഉത്തരം പ്രകൃതി തരും. അതിനുള്ള അവസരവും സാഹചര്യവും എല്ലാം ഒരുക്കും. എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. റിയലി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ പറയുന്ന ഉയർന്ന ബോധതലങ്ങളിൽ നിന്ന് ഒരുപാട് അറിവുകളും അനുഭവങ്ങളും അറിവുകളും എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾക്ക് അതീതമാണ്. റിയലി വാക്കുകൾക്ക് അതീതമാണ്. എനിക്കത് പറയാൻ പോലും പറ്റില്ല. പറയാൻ പറ്റില്ല എന്ന് പറയാൻ മറ്റൊന്നും കൊണ്ടല്ല, മേ ബി എന്താ പറയാ, വൈകാരികമായിട്ട് ഞാൻ മറ്റൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് മാത്രം പിന്നീട് ഒരിക്കൽ പറയാൻ പറ്റുമായിരിക്കും ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആകുമ്പോൾ, അന്നേരം നോക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ യാത്ര ഒരിക്കലും ഒരു കോഴ്സിൽ ചേർന്നിട്ടോ ഒരു പ്രത്യേക വ്യക്തിയുടെ ഉപദേശപ്രകാരമോ ഇങ്ങനെ പോയാൽ അവരെ കാണാൻ പറ്റും, അവരോട് സംസാരിക്കാൻ പറ്റും, അവരോട് ഇടപഴകാൻ പറ്റും എന്നുള്ള നിർദ്ദേശപ്രകാരം ഒന്നുമല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മടിത്തട്ടിൽ ചവിട്ടിയുള്ള ചുവടുവയ്പ്പുകൾ തന്നെയായിരുന്നു ആ യാത്രയിലുടനീളം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്നോട് താങ്കൾ ചോദിച്ച ഇതേ ചോദ്യം എനിക്ക് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, എൻ്റെ മുന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പ്രകൃതിയോട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ഉത്തരം കിട്ടിയിരിക്കുന്നതും. എന്തായാലും നിയോഗവശാൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും നമ്മൾ അതൊരു തലത്തിലേക്ക് ഉയരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും നമ്മളിലേക്ക് വന്നു ചേരുമായിരിക്കും. അത് നമുക്ക് ശ്രമിക്കാം. മറ്റെന്തെങ്കിലും സാർ, ഒരു ചെറിയ സംശയം ചോദിക്കൂ. സാറേ, ഈ ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ കാണാൻ ഉദ്ദേശിച്ചത് ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടോ, അതോ നമ്മള് ജീവിതകാലം മുഴുവൻ? നോക്കൂ, ഗുരുനാഥൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വ്യക്തി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഒരു അനുഭവത്തെ നമുക്ക് ഗുരുവായിട്ട് കാണാം, ഒരു അറിവിനെ കാണാം, ഒരു പുസ്തകത്തെ കാണാം. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ അറിവും അനുഭവവും പുസ്തകവും വ്യക്തിയും ഇതെല്ലാം ചേർന്നതാണ് പ്രകൃതി. അവിടേക്ക് നമ്മൾ നേരിട്ട് കൈ കൊടുക്കുകയാണെങ്കിൽ സമയാസമയം നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ മുന്നിൽ കൊണ്ടുത്തരും. മനസ്സിലാവുന്നുണ്ട്? ഇപ്പം നിങ്ങളുടെ ഒരു അധ്യാപകനോട് ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ പറയും ലൈബ്രറിയിൽ ഇന്ന പുസ്തകമുണ്ട്, അതെടുത്ത് വായിക്കൂ എന്ന് പറയും. ഒന്ന്, ചിലപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു തരും. ചിലപ്പോൾ അദ്ദേഹം പറയും അതിന് എന്നെക്കാൾ, ഈ താങ്കൾ ചോദിച്ച ഈ കാര്യം പറയാൻ എന്നെക്കാൾ മെടുക്കാൻ മറ്റേ ഒരു അധ്യാപകനാണ്, ലെക്ചറാണ്, അദ്ദേഹത്തെ പോയി കാണൂ എന്ന് പറയും. അല്ലെങ്കിൽ പറയും ഇന്ന ഇടം സന്ദർശിക്കൂ എന്ന് പറയും, ഇല്ലേ? നിർദ്ദേശങ്ങൾ തരും. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ട്. പ്രപഞ്ചത്തിന് അങ്ങനെയല്ല, പരിമിതികളില്ല. ചിലപ്പോൾ നമ്മളൊരു സംശയം ചോദിക്കുന്ന സമയത്ത് ഒരു സംശയം അവിടെ ചോദിച്ചു വെച്ചിട്ട് അറിവിന് വേണ്ടിയിട്ട് നമ്മളൊരു സമർപ്പണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ യാദർശികമായിട്ട് നിങ്ങളൊരു ബസ്സിലോ ട്രെയിനിലോ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അടുത്തിരിക്കുന്ന രണ്ടുപേർ അപരിചിതരായിട്ടുള്ള ഏതോ നാട്ടിലുള്ള രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ നിങ്ങൾക്ക് അറിവുകൾ കിട്ടും.
അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രഭാഷണം ടി വിയിലെ യാദർച്ഛികമായിട്ടൊരു പ്രഭാഷണം കേൾക്കുന്നതിനിടയിൽ നിങ്ങൾ തേടി നടക്കുന്ന അറിവായിരിക്കും അവിടെ നിന്ന് വരുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ യാദർച്ഛികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് വരുന്നൊരു പേപ്പർ എടുത്ത് ഒരു പത്രക്കടലാസ് എടുത്ത് തുറന്നു നോക്കുമ്പോൾ ആ അറിവ് അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ അവിചാരിതമായിട്ട് കിട്ടുന്ന ഒരു പുസ്തകം, അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് പരിചയപ്പെടുന്ന ഒരു വ്യക്തി, അങ്ങനെ എവിടുന്നെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ അതിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരും, അല്ലെങ്കിൽ അതിനെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് നിർത്തി തരും. കഴിയുന്നിടത്തോളം പ്രകൃതിയെ ഗുരുവായിട്ട് കാണും. എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് വെച്ചിട്ട് മറ്റെല്ലാത്തിനും പരിമിതികളുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് മാറ്റി നിർത്തണമെന്ന് അല്ല പറയുന്നത്. ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് മാറ്റി നിർത്തേണ്ടതില്ല. കാരണം ഇപ്പൊ പ്രകൃതി നിങ്ങൾക്കായിട്ട് നിയോഗിച്ചിരിക്കുന്ന അദ്ദേഹത്തെയാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പിന്തുടരാം, തീർച്ചയായിട്ടും കേൾക്കാം. അത്രയേ. താങ്ക് യു. താങ്ക് യു. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മളുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ചക്ര മെഡിറ്റേഷനാണ്. പക്ഷെ ഞാൻ അതിലേക്ക് നേരിട്ട് പോകാത്തതിന് കാരണം, നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഈ പറയുന്ന ഒരു കാലപരിധിക്കുള്ളിൽ 8 ആഴ്ച എന്ന് പറയുന്ന, അല്ലെങ്കിൽ 2 മാസം എന്ന് പറയുന്ന ഒരു കാലപരിധിക്കുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അതിലപ്പുറം കുറച്ചുകൂടി മൂല്യങ്ങളും കുറച്ചുകൂടി ആഴത്തിലുള്ള അറിവുകളും ചേർത്തുകൊണ്ടുള്ള ഒരു യാത്ര അതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം, ഇന്നലെ ഞാൻ ഗ്രൂപ്പിലെ ഒരു വോയിസ് നോട്ട് ഇട്ടിരുന്നു. എത്ര പേര് കേട്ടിട്ടുണ്ട്, എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും പറയുകയാണ്, നമുക്ക് ഒരു റെസിപ്പി, വളരെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി, ഒരു പാചകക്കുറിപ്പ്, ഇതാണ് പലയിടത്തു നിന്നും കിട്ടുന്നത്. അത് വെച്ചിട്ട് അവരവരുടെ അന്നോളമുള്ള അനുഭവങ്ങളും കൂടി ചേർത്ത്, അറിവുകളും കൂടി ചേർത്തിട്ട് ആ വിഭവം ഉണ്ടാക്കും. ഇങ്ങനെയാണ്. പക്ഷെ അതിനപ്പുറവും ഇപ്പുറവും കൂടിയുണ്ട്. ആ വിഭവം ഉണ്ടാക്കാൻ ഏത് വിധത്തിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കണം? മൺപാത്രമാണോ ഉപയോഗിക്കേണ്ടത്, മറ്റേതെങ്കിലും പാത്രമാണോ ഉപയോഗിക്കേണ്ടത്? എനിക്കറിയാം, നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പ്രത്യേക വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺപാത്രം തന്നെ വേണം. അമ്മ ചിലപ്പോൾ ചില മൺപാത്രങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചാൽ പറയും, ഇന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത്, അതിൽ മറ്റൊന്നും വെക്കില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ചില പ്രത്യേക വിറകുകൾ ഉപയോഗിക്കും. തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക വിറകുകൾ ഉപയോഗിക്കും. എനിക്ക് തോന്നുന്നു ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഉണങ്ങിയ ഓല വെച്ചിട്ട് അതിന് തീ കത്തി, പിന്നെ ഗ്യാസ് ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഉണങ്ങിയ ഓല, അതിനെന്താണ് എല്ലായിടത്തും പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. അതാണ് തീ കത്തിക്കുന്നെങ്കിൽ, പാത്രത്തിന്റെ അടിയിൽ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഉണങ്ങിയ ഓല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ചായയിൽ എന്തോ ഒരു രുചി വ്യത്യാസം ഉണ്ടാകാറുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് പോലും, നിങ്ങൾക്കറിയാം, ആയുർവേദമായിട്ട് കുറച്ച് ബന്ധമുള്ളവർക്ക് അറിയാം, പല മരുന്നുകൾക്കും ചില പ്രത്യേക വിറകുകൾ ഉപയോഗിച്ചിട്ട് തന്നെ കത്തിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കത്തിക്കുന്ന ആ തീക്ക് ഇന്ധനമാകുന്ന സംഗതികൾ പോലും അതിൻ്റെ രുചിയെ അല്ലെങ്കിൽ ഗുണനിലവാരത്തെ ബാധിക്കുന്നുണ്ട്. അതൊന്നും അറിയാതെ ഈ റെസിപ്പി മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം, അതും തീർച്ചയായിട്ടും ഒരു വിഭവം തന്നെയാണ്, പക്ഷെ അതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ മെയിൻ ഏരിയ ആയിട്ടുള്ള ചക്ര മെഡിറ്റേഷനിലേക്ക് പോകുന്നതിന് മുൻപ് അതിനുള്ള ഒരു തയ്യാറെടുപ്പ്, മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അടക്കം നടത്തണം. അതിപ്പോൾ നമ്മൾ അത് സ്വായത്തമാക്കി കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഈ ലോട്ടറി കിട്ടി പണക്കാരായവരുടെ സ്ഥിതിയായിരിക്കും അധികവും സംഭവിപ്പിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതിനെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള ഒരു കഴിവ് കൂടി, അറിവുകൾ കൂടി നമ്മൾ നേടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇനി ഈ ഹയർ കോൺഷ്യസിൻ്റെ ഉയർന്ന ബോധതലങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, ഒന്ന് ഉറച്ച് വിശ്വസിച്ചോളൂ എന്നല്ല ഞാൻ പറയുന്നത്, ഒന്ന് ഉറപ്പിച്ചോളൂ. അവർ തന്നെയാണ് നമ്മളെ ഈ മാർഗങ്ങളിലേക്ക് നയിക്കുന്നത്. നമ്മുടെ മാറ്റത്തിനുള്ള സമയമാകുമ്പോൾ അവരുടെ ഇടപെടലുകൾ ഉണ്ടാകും. ആ ഇടപെടലുകൾ ചിലർ തിരിച്ചറിയുന്നു, ചിലർ തിരിച്ചറിയുന്നില്ല, ചിലർ തിരിച്ചറിഞ്ഞിട്ടും വിട്ടുകളയുന്നു. പക്ഷേ നിയോഗമെന്ന് തന്നെ ഞാൻ പറയുന്നു, നിയോഗവശാൽ നമുക്ക് എന്തായാലും ആ വാക്കുകൾ, അവരുടെ ഗൈഡൻസ്, നിർദ്ദേശങ്ങൾ നമുക്ക് കേൾക്കാനും തിരിച്ചറിയാനും പറ്റി, ഇത്രത്തോളം എത്താൻ പറ്റി. അപ്പോൾ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ പറയുന്ന ഉയർന്ന ബോധതലങ്ങൾക്ക്, ഗുരുനാഥന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അവര് ഗുരുനാഥന്മാരായിട്ട് സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത്. അപ്പം നേരത്തെ
ആരെ ചോദിച്ചതെന്ന് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അദ്ദേഹം ചോദിച്ച പോലെ എങ്ങനെ അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കാം, അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ പറയാമെന്ന് തോന്നുന്നു. അതിലേക്ക് പോകുന്നത്, ഒന്ന്, അങ്ങനെ ചില ഊർജങ്ങൾ, ചില ആ, ബോധതലങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഒന്ന് തിരിച്ചറിയുക. നമ്മളോടൊപ്പം നമ്മുടെ സന്തത സഹചാരിയായിട്ട് അവരുണ്ട് എന്നുള്ളത് ഒന്ന് തിരിച്ചറിയുക. അവരെ ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കുക എല്ലായിടത്തും. അതായത് ചില ദേവതകളുടെയൊക്കെ ഉപാസകന്മാര് അവര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരല്പം ചോറാണെങ്കിൽ ഒരു 2 വെറ്റ് അങ്ങോട്ട് മാറ്റി വെക്കാറുണ്ട്. ഒന്ന്, അവര് കുളിക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം ഇങ്ങനെ കുടയാറുണ്ട്. ഇനി കുറച്ചുകൂടി രസകരമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളിലെ കുറെ പേർക്ക് അറിയായിരിക്കും, ചിലപ്പോൾ മദ്യപിക്കുന്ന ആളുകളൊക്കെ ആദ്യം ഒരു 2 തുള്ളി ഇങ്ങനെ എടുത്തിട്ട് ഇല്ലേ കൊടുക്കാന്ന് കാണാറില്ല. അപ്പൊ ചോദിച്ചാൽ പറയാം അത് കാരണവന്മാർക്കാന്ന് പറയും. അപ്പൊ മദ്യം കാരണവന്മാർക്ക് കൊടുക്കാം, ഗുഡ്, വെരി ഗുഡ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വേണമെന്നും പറയുന്നില്ല, കൊടുക്കാം. പക്ഷേ മറ്റുള്ളത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതാതിടങ്ങളിൽ എന്തുകൊണ്ട് അവർ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നില്ല? എൻ്റെ പോയിന്റ് മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവരുണ്ട് എന്ന് തിരിച്ചറിയാം. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോടൊപ്പം എൻ്റെ ചൈതന്യങ്ങളുണ്ട്, എൻ്റെ ഗുരുനാഥന്മാർ, എൻ്റെ വഴികാട്ടികളുണ്ട് എന്ന് പറയുക. അവർക്ക് മാറ്റിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവരെ മനസ്സിൽ സങ്കല്പിക്കുക. അവർക്ക് ഭക്ഷണം വേണമോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഒരു മനോസങ്കല്പം കൊടുക്കുക, അവരുണ്ട്, എന്നോടൊപ്പം ഉണ്ട് എന്നൊന്ന് തിരിച്ചറിയുക. റിയലി ഞാൻ ചില കാര്യങ്ങൾ പറയാം. ചിലപ്പോൾ ചില യാത്രകൾക്കിടയിലും അല്ലാത്ത ഇടങ്ങളിലൊക്കെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴൊക്കെ അപ്രതീക്ഷിതമായിട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ വേറിട്ട നല്ല ഭക്ഷണങ്ങൾ കിട്ടും. അപ്പൊ ഞാനിങ്ങനെ എല്ലാ സമയത്തും ഈ പറയുന്ന ഗുരുനാഥന്മാർ സങ്കല്പിക്കാറുണ്ട്. അപ്പൊ അന്നേരം കുറച്ച് കൂടുതലായിട്ട് അത് ശരി എന്ന് ഇങ്ങനെ ഒന്നുകൂടി സങ്കല്പിക്കാറുണ്ട്. ഇന്ന് കുറച്ച് നമുക്ക് രണ്ടാൾക്കും സ്പെഷ്യൽ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ സങ്കല്പിക്കാറുണ്ട്. അപ്പൊ ഒന്ന്, അവരുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. 2, അവരോട് മൗനം കൊണ്ടെങ്കിലും എന്ന് ഞാൻ പറയുന്നുള്ളൂ, ചിന്തകൾ കൊണ്ടെങ്കിലും ഒന്ന് ആശയവിനിമയം നടത്താൻ പറയുക. ഇനി ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയേണ്ടതുണ്ട് എങ്കിൽ, ഒരു സംശയമോ ആശങ്കയോ ഒക്കെ ഉണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് എഴുതി വെച്ചിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് കിടന്നാൽ രാവിലെ ആകുമ്പോൾ അതിന് ഉത്തരം കിട്ടുമെന്ന് പറയാറുണ്ട് അല്ലേ? അതിന് സയൻസ് വേണമെങ്കിൽ പറയാം, സയന്റിഫിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമുക്ക് പറയാം, നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിന്റെ തന്നെ ഒരു ഉയർന്ന തലം അവിടെ പ്രവർത്തിക്കുന്നതാണ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉറക്കത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് ബോധം ഒന്ന് പിൻവലിയുമ്പോൾ ഈ പറയുന്ന ഉയർന്ന ബോധതലങ്ങളുടെ ഇടപെടലുകൾ അവിടെ സംഭവിക്കും. അവർ നമുക്ക് ഉചിതമായിട്ടുള്ള സന്ദേശം അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്ന് നിശബ്ദമായിട്ട് പിൻവാങ്ങി പോകാറുണ്ട്. അപ്പോൾ ഒന്ന്, എല്ലാ സമയത്തും എല്ലാ സാഹചര്യങ്ങളിലും ഒരു ഉയർന്ന ബോധതലം, ഒന്നോ ചിലപ്പോൾ അതിലധികം ഉയർന്ന ബോധതലം നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ചിന്തിച്ചുകൊള്ളുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി മറക്കരുത്, നമ്മുടെ എല്ലാ ചിന്തകൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സാക്ഷിയുണ്ട് എന്നുള്ളത് കൂടി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാക്ഷി, അങ്ങനെ ഒരു 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 ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ചെയ്യാൻ പാടില്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക. യമനിയമങ്ങളെ കുറിച്ച് പറയാനുണ്ട്, അത് വരുന്ന വഴിക്ക് പറയാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പലതും ചെയ്യുന്നത് എന്നെ ആരും കാണുന്നില്ല എന്ന് ഉള്ള സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ എന്നെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ്, അല്ലെ? പക്ഷെ ഓർത്തോളൂ, എനിക്കൊരു സാക്ഷിയുണ്ട്. അതുകൊണ്ട് എൻ്റെ ബോധത്തിന് തെറ്റ് എന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ ചെയ്യരുത്. ഈ ഒരു തീരുമാനം കൂടി എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ഒരുപാടൊന്നും ആ ഏരിയയിൽ ചിന്തിക്കരുത് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പൊയ്ക്കോളാം എന്ന് വെച്ചോളാം. ഒന്ന്, അവരുണ്ടെന്ന് ചിന്തിക്കുക. 2, രാത്രി ഉറങ്ങുന്ന സമയത്തും രാവിലെ ഉണരുന്ന സമയത്തും ഒന്നിച്ചുറങ്ങാം, ഒന്നിച്ചുണരാം. അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടാകും. ഒരു 10 മിനിറ്റ് ഒരു മെഡിറ്റേഷൻ, 10-15 മിനിറ്റ് ഒരു മെഡിറ്റേഷൻ തരണമെന്നുണ്ടായിരുന്നു. ഒരു സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഡോൺ വറി, പക്ഷേ ഒരു മെഡിറ്റേഷൻ ഓൾറെഡി ഞാൻ യൂട്യൂബിൽ പുതിയൊരു മെഡിറ്റേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇപ്പോൾ ഗ്രൂപ്പിലിടാം. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ സമയമുള്ളവർക്ക് ഇപ്പോൾ ഇതേ വിധത്തിൽ ഇരുന്നിട്ട് ആ മെഡിറ്റേഷൻ ഇപ്പം ചെയ്യാം. ഇനി അതല്ല, ഇപ്പൊ സമയക്കുറവുള്ളവർക്ക് മറ്റേതെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് ആ മെഡിറ്റേഷൻ ചെയ്യാം.
നമ്മുടെ ഗ്രൂപ്പ് ആക്റ്റീവ് ആയിരിക്കണം. ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് 2 മിനിറ്റ്, സോറി 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അതാ ദിവസം സംഭവിക്കുന്ന ഒരു നല്ല കാര്യം, ഒരു നന്മ ഗ്രാറ്റിറ്റ്യൂഡായിട്ടൊന്ന് ഗ്രൂപ്പിൽ എഴുതിയിടണം. എല്ലാവരും എഴുതിയിടണം കേട്ടോ. അതൊരു ശീലമാക്കണം. ഞാൻ പറഞ്ഞല്ലോ, കേവലം പഠിച്ചു പോവുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കുകയാണ്. നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഉണ്ടെങ്കിൽ അതിലെഴുതിയിട്ടോളൂ. ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇന്ന ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ കൂടി അതാ ദിവസം നിങ്ങൾക്ക് സംഭവിച്ച ഒരു നന്മ, ഒരു അറിവ് കിട്ടിയതാണെങ്കിൽ അങ്ങനെ, ഭൗതികമായിട്ടുള്ള മറ്റൊരു സംഗതിയാണെങ്കിൽ അങ്ങനെ, എന്ത് തന്നെയായാലും ഒരു നന്മയെങ്കിലും കിട്ടാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. ഒന്നുമല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് മടങ്ങിയെത്താൻ സാധിച്ചു, അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും രാത്രി എഴുതിയിടണം. ഗ്രൂപ്പ് ഫില്ലാകും എനിക്കറിയാം, എന്നാലും സാരമില്ല. കഴിയുന്നിടത്തോളം നിങ്ങൾ വായിച്ചു നോക്കുകയും വേണം. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ വായിച്ചു നോക്കുകയും വേണം. അപ്പോഴും നമുക്ക് കുറച്ച് തിരിച്ചറിവുണ്ടാകും. കാരണം നമ്മുടെ ജീവിതത്തിൽ എത്രയോ സമയം അനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾക്ക് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യമായിട്ട് അത് കാണാം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാര്യം, ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ പോളിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾ നീണ്ടു പോകുന്നത് കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? ശരിയാണ് സർ. ശരി, താങ്ക് യു. ഇല്ല, വീണ്ടും പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷം, താങ്ക് യു. ശരി, എല്ലാ വ്യാഴാഴ്ചയുമാണോ സർ? എല്ലാ വ്യാഴാഴ്ചയുമാണ്. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ ടൈം 5:45 മുതൽ 6:30 വരെ. ഓക്കെ. ഓക്കെ സർ. പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് പറ്റിയാൽ നമ്മുടെ എല്ലാവരുടെയും സൗകര്യവും മറ്റു സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഡെയിലിയൊക്കെ ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിന്റെ തുടർ ബാച്ചുകളൊക്കെ വിചാരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും നമ്മളോടൊപ്പം ചേരണമെങ്കിൽ ഇനിയും സമയമുണ്ട്. കാരണം നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് കടന്നിട്ടില്ല. അത് വരുന്ന ആഴ്ചയോ അതിനടുത്ത ആഴ്ചയോ ഒക്കെ ആകുമ്പോൾ കടക്കും. ചില കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും നമ്മളോടൊപ്പം ചേരണമെങ്കിൽ ഒന്ന് കോർഡിനേറ്ററെ കോൺടാക്ട് ചെയ്താൽ മതി. മറ്റു നിർദ്ദേശങ്ങൾ അവിടെ തരും കേട്ടോ. അപ്പോൾ ചെയ്യാനുള്ള മെഡിറ്റേഷൻ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് ചെയ്തോളൂ. ശരി, അപ്പോൾ പറയൂ. ഒരു സംശയം, നമ്മൾ ഇത് ചെയ്യുന്നതിന്റെ കൂടെ നമ്മളെ വീട്ടിലുള്ള വേറെ ആർക്കെങ്കിലും ഇതിനൊപ്പം ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. അവരെ കൂടെ കൂട്ടിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു. ശരി, അപ്പോൾ ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി, വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എൻ്റെ മുന്നിലിരുന്ന എല്ലാവർക്കും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്, പുതിയ വർഷത്തിൽ എല്ലാവർക്കും എല്ലാ നന്മയും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, അറിവുകൾ നൽകി അനുഗ്രഹിക്കുന്ന ഗുരുനാഥന്മാരുടെയും ഉയർന്ന ബോധതലങ്ങളുടെയും പ്രപഞ്ചബോധത്തിൻ്റെയും പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മറ്റൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. Happy New Year. Happy New Year. Thank you.